പത്തനംതിട്ടയിൽ തെരഞ്ഞെടുപ്പിന് മുൻപേ കാലുവാരൽ. കവിയൂർ പഞ്ചായത്തിൽ പോസ്റ്റർ അടിച്ച് പ്രചാരണം തുടങ്ങിയ UDF സ്ഥാനാർത്ഥി രാജ്കുമാറിന് പത്രിക നൽകാനായില്ല. സ്ഥാനാർത്ഥിക്കായി നേതാക്കൾ പൂരിപ്പിച്ചു നൽകിയ നാമനിർദ്ദേശ പത്രികയിൽ തെറ്റായ വിവരങ്ങൾ നൽകിയതാണ് പ്രശ്നമായത്. BJPയെ സഹായിക്കാൻ ഒരു വിഭാഗം നേതാക്കൾ സ്വന്തം സ്ഥാനാർത്ഥിയുടെ കാലുവാരിയെന്നാണ് ആക്ഷേപം. രതീഷ് ഒപ്പിട്ട ഫോം അതിൻ്റെ കൊണ്ട് തന്നത്. ആ ഫോമും കൊണ്ട് ഞാൻ മറ്റേ അനിയെ കാണാനായിട്ട് പോയി. അപ്പം അനിയുടെ ചെന്ന് കഴിഞ്ഞപ്പം എനിക്ക് വോട്ടേഴ്സ് ലിസ്റ്റ് തന്ന് ദിനേശിൻ്റെ അടുക്കെ ചെന്ന് ഇത് പൂരിപ്പിക്കാനായിട്ട് പറഞ്ഞു. ഞാൻ ഞാലിക്കണ്ടത്തിൽ മറ്റേ ശിവയുടെ ക്ലിനിക്കിൽ ചെന്ന് അവിടെ വെച്ചാണ് ഈ സംഭവം പൂരിപ്പിച്ച് കഴിഞ്ഞ് ഈ സാധനം ഞാൻ വൈകുന്നേരം ചെന്ന് വാങ്ങിച്ചു. ആ കൂട്ടത്തിൽ തന്നെ മറ്റേ പഞ്ചായത്തിൽ അടയ്ക്കാനുള്ള പൈസ അടച്ച് അതിൻ്റെ റെസിപ്റ്റും വാങ്ങിച്ച് റെസിപ്റ്റും കൂടെ ചെന്നതെല്ലാം ഫില്ല് ചെയ്ത് ഇത് ആ പഴയ വോട്ടേഴ്സ് ലിസ്റ്റ് എൻ്റെ കയ്യിലുണ്ടായിരുന്ന അതിൻ്റെ കോപ്പി എടുത്ത് അത് അറ്റസ്റ്റ്മെൻറ്റ് ചെയ്താണ് കൊണ്ടുപോയത്. പക്ഷേ അവിടെ ചെന്ന് ഇന്നത്തെ ദിവസം ചെന്ന് കഴിഞ്ഞപ്പം ഈ സംഗതി എല്ലാം തെറ്റാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രമനമ്പര കാര്യങ്ങളെല്ലാം തെറ്റാണ്. പിന്നെ അത് പുതിയ വോട്ടേഴ്സ് ലിസ്റ്റ് വാങ്ങിച്ച് അതിൻ്റെ അകത്ത് തിരുത്തി വേറെ ഫോം വാങ്ങിച്ച് ഞാൻ എഴുതി വേറൊരാളെ കൊണ്ട്. നന്ദുഷ ചേരുന്നുണ്ട്. നന്ദുഷ, അപ്പോൾ പ്രചാരണമുണ്ട്, പക്ഷേ സ്ഥാനാർത്ഥിക്ക് പത്രിക കൊടുക്കാൻ സാധിച്ചിട്ടില്ല. എന്താണ് കോൺഗ്രസിൽ സംഭവിച്ചത്? ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ കവിയൂർ പഞ്ചായത്തിൽ 12ാം വാർഡിൽ രാജ്കുമാറിനെ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ച് പ്രചരണം ആരംഭിച്ചിരുന്നു. വീടുകൾ കയറുകയും പോസ്റ്ററുകളും ഫ്ലക്സ് ബോർഡുകളും ഉൾപ്പെടെ പ്രസിദ്ധീകരിച്ച് പ്രചരണവും പുള്ളി ആരംഭിച്ചിരുന്നു. എന്തായാലും അദ്ദേഹത്തിന് ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായിട്ടില്ല എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. നാമനിർദ്ദേശ പത്രിക പൂരിപ്പിച്ച് നൽകാമെന്നേറ്റ കോൺഗ്രസ് നേതാക്കളാണ് അദ്ദേഹത്തെ ചതിച്ചത്. വിവരങ്ങൾ തെറ്റായി രേഖപ്പെടുത്തി നിരവധി തവണ നാമനിർദ്ദേശ പത്രിക തിരുത്തേണ്ടതായി വന്നു. അങ്ങനെ പത്രിക നൽകേണ്ട അവസാന സമയം അവസാനിക്കാറായിട്ട് പോലും പത്രിക സമർപ്പിക്കാനാകാത്ത ഒരു സാഹചര്യമുണ്ടായി. ഇതേ വാർഡിലെ തന്നെ BJP സ്ഥാനാർത്ഥിയെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് കോൺഗ്രസിൽ പ്രമുഖ നേതാക്കൾ, പ്രാദേശികരായിട്ടുള്ള പ്രമുഖ നേതാക്കൾ ഇത്തരത്തിലൊരു ചതി രാജ്കുമാറിനോട് ചെയ്തതെന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത്. ഏതായാലും നിലവിൽ വാർഡിൽ UDF സ്ഥാനാർത്ഥി ഇല്ലാത്ത സാഹചര്യമാണ് തന്നെ.